അപ്പോൾ എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ആദ്യത്തെ പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ആ ആക്ടിവിറ്റീസിലോട്ട് നമുക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻസും എനിക്ക് വേണം. അപ്പോൾ നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസിലോട്ട് നോക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി എന്താണെന്നുള്ളത് നോക്കാം. ആക്ടിവിറ്റി 1. ഐഡൻറ്റിഫൈ ദ റൈമിംഗ് വേർഡ്സ് ആൻഡ് ഗീവ് ദ സെയിം കളർ ടു ഈച്ച് പെയർ. ഇവിടെ നമുക്ക് എന്താണ് കുറച്ച് റൈമിംഗ് വേർഡ്സ് തന്നിട്ടുണ്ട്. അപ്പം അത് കളർ ചെയ്തിട്ടാണുള്ളത് അല്ലേ? ഏതൊക്കെ കളേഴ്സാണുള്ളത്? ഗ്രീൻ, യെല്ലോ ആൻഡ് ബ്ലൂ അല്ലേ? അപ്പം ഈ ഒരു റൈമിംഗ് വേർഡ്സിന് യോജിച്ചിട്ടുള്ള താഴെയും ഇതേപോലെ കളർ ചെയ്യാത്ത ബലൂൺസിൻ്റെ അല്ലേ താഴെ റൈമിംഗ് വേർഡ്സ് ഉണ്ട്. അപ്പം അത് ഏതായിട്ടാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഏതൊക്കെയാ? ഫസ്റ്റ് തന്നിട്ടുള്ളത് ഫ്രോൺ, ഫ്രോൺ, ഡൗൺ, ഹോൾഡ്, ഗോൾഡ്, ഹാൻഡ്, അണ്ടർസ്റ്റാൻഡ്. വാട്ട് ഇസ് റൈമിംഗ് വേർഡ്സ് അല്ലേ? ലാസ്റ്റ് ഒരേപോലെ പ്രൊനൗൺസ് ചെയ്യുന്നതാണ് എന്ത് റൈമിംഗ് വേർഡ്സ് അല്ലേ? ഹിയോ ഫ്രോൺ, ഓൺ അല്ലേ? ദ സൗണ്ട് ഈസ് ലാസ്റ്റ് സൗണ്ട് ഈസ് ഓൺ, ലൈക്ക് ദാറ്റ് ഡൗൺ, ഡൗൺ, ഓൺ അല്ലേ? ഹോൾഡ്, ഓൾഡ്, ഗോൾഡ്, ഓൾഡ് അല്ലേ? സോ ദ ലാസ്റ്റ് പ്രൊനൗൺസിയേഷൻ എന്താണോ വരുന്നത് അത് സെയിം ആണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് വി ക്യാൻ കോൾ റൈമിംഗ് വേർഡ്സ്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ആക്ടിവിറ്റി. ആൻഡ് വാട്ട് ഇസ് ദ സെക്കൻഡ് ആക്ടിവിറ്റി? കംപ്ലീറ്റ് ദ പോയം യൂസിങ് ദ ക്ലൂസ് ഗിവൺ ഇൻ ദി ബോക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് പോയം തന്നിട്ടുണ്ട് അല്ലേ? ഒരു 2 വരി തന്നിട്ടുണ്ട്. സോ ആ ഒരു 2 ലൈൻസും അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട് ക്ലൂസ് തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഒരു പോയം റെഡിയാക്കണം. സോ വി ഷുഡ് കംപ്ലീറ്റ് ദിസ് പോയം. അപ്പോൾ എങ്ങനെയാ നോക്കാം. എന്താണ് ഈ പോയം? മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബട്ടർഫ്ലൈ ഫ്ലറ്ററിങ് ഇൻ ദി ഗാർഡൻ അല്ലേ? എന്താണ്? എൻ്റെ ഫ്രണ്ട് ഒരു ബട്ടർഫ്ലൈ പോലെയാണ്, അത് ഗാർഡനിൽ ഇങ്ങനെ പാറി പറക്കുന്നു. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ പീകോക്ക് ഡാൻസിങ് ഇൻ ദി വുഡ്സ് അല്ലേ? എൻ്റെ ഫ്രണ്ട് ഒരു പീകോക്കിനെ പോലെയാണ്, അതെന്താണ് കാട്ടിലിങ്ങനെ ഡാൻസ് ചെയ്യുന്നു. പിന്നെയാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. വാട്ട് ഇസ് നെക്സ്റ്റ്? വി ക്യാൻ കംപ്ലീറ്റ് ഇറ്റ് അല്ലേ? എന്താ? മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ഫ്ലവർ ബ്ലൂമിങ് ഇൻ ദി ഗാർഡൻ. എൻ്റെ ഫ്രണ്ട് ഒരു ഫ്ലവറിനെ പോലെയാണ്. സോ ഇവിടെ എന്താണ്? ബ്ലൂമിങ് ഇൻ ദി ഗാർഡൻ അല്ലേ? ഗാർഡനിൽ വിരിയുന്ന അല്ലേ? മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ട്രീ സോയിങ് ഇൻ ദി വിൻഡ് അല്ലേ? എൻ്റെ ഫ്രണ്ട് അല്ലേ വിൻഡ് ഇങ്ങനെ വീശുന്ന ഒരു മരം പോലെയാണ്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബോട്ട് ഫ്ലോട്ടിംഗ് ഓൺ ദി റിവറിൽ ഒഴുകുന്ന ഒരു ബോട്ട് പോലെയാണ് എൻ്റെ ഫ്രണ്ട്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ സ്റ്റാർ ഷൈനിങ് ഇൻ ദി സ്കൈ. എൻ്റെ ഫ്രണ്ട് ആകാശത്ത് തിളങ്ങുന്ന നക്ഷത്രത്തെ പോലെയാണ്. ദിസ് ഇസ് ദ ആക്ടിവിറ്റി 2. ആൻഡ് നെക്സ്റ്റ് ആക്ടിവിറ്റി 3. ലെറ്റ്സ് ഡിസ്കസ്. വാട്ട് ഡസ് യുവർ മദർ ഡു അറ്റ് ഹോം? വാട്ട് ഡസ് യുവർ ഫാദർ ഡു അറ്റ് ഹോം? ഡു യു ഹെൽപ്പ് യുവർ പാരൻസ്? ഹൗ? എന്തൊക്കെയാണ് നിങ്ങളുടെ അമ്മ വീട്ടിൽ ചെയ്യുന്നത്? എന്തൊക്കെയാണ് നിങ്ങളുടെ അച്ഛൻ വീട്ടിൽ ചെയ്യുന്നത്? നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ പാരൻസിനെ സഹായിക്കുന്നത്? നിങ്ങൾ സഹായിക്കാറുണ്ടോ? അതെങ്ങനെയാണ്? സോ നിങ്ങൾ എല്ലാ കൂട്ടുകാരും നിങ്ങളുടെ അമ്മമാരും അച്ഛന്മാരും ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം തനിയെ ഒന്ന് എഴുതി നോക്കാം. അതിനുശേഷം നമുക്ക് ഈ ടീച്ചർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക? നിങ്ങൾ എഴുതാം. എന്തൊക്കെയാണ് നമ്മളെ മദർ ചെയ്യുന്നത്? വാഷിംഗ് ഡിഷസ്, ലോണ്ടറിങ്, ക്ലീനിങ് ഹൗസ്, പ്ലാന്റിങ് പ്ലാന്റ്സ്, കുക്കിംഗ് അല്ലേ? എന്തൊക്കെയാണ് ചെയ്യുന്നത്? പാത്രങ്ങൾ കഴുകും, പിന്നെ അലക്കും, വീട് വൃത്തിയാക്കും, ചെടികൾ നടും അല്ലേ? കുക്ക് ചെയ്യും. അപ്പോൾ ഇനി അടുത്തത് ഫാദർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? കുക്ക് ചെയ്യാറില്ലേ ഫാദർ? പിന്നെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരും, നിങ്ങളെ സ്കൂളിലോട്ട് കൊണ്ടുപോകും, ക്ലോത്ത്സ് വാങ്ങിത്തരും, സ്വീറ്റ്സ് വാങ്ങിത്തരും അല്ലേ? ഫാദർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? കുക്കിംഗ്, ബൈയിങ് ഗ്രോസറീസ്, ടേക്കിംഗ് ആസ് ടു സ്കൂൾ, ബൈയിങ് ക്ലോത്ത്സ് ആൻഡ് സ്വീറ്റ്സ്. ഇനി അടുത്ത് നിങ്ങൾ എന്തൊക്കെയാണ് പാരൻസിന് ചെയ്തു കൊടുക്കാറുള്ളത്? ക്ലീനിങ് മൈ റൂം, വാഷിംഗ് ഡിഷസ്, വാട്ടറിംഗ് പ്ലാന്റ്സ് ഇതൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കാറില്ലേ? സോ ദിസ് ഇസ് ആക്ടിവിറ്റി 3. നെക്സ്റ്റ് ആക്ടിവിറ്റി 4. വാട്ട്സ് ആക്ടിവിറ്റി 4? Write Sasha's thoughts. Sasha offered an unniyappam to the girl, but the girl ran away without accepting it. What could be Sasha's feeling? എന്താണ്? സാഷയുടെ ഉണ്ണിയപ്പം വാങ്ങാണ്ട് ആ കുട്ടി എന്ത് ചെയ്തു അല്ലേ? സാഷ ഉണ്ണിയപ്പം ആ കുട്ടിക്ക് കൊടുത്തു അല്ലേ? ആ കൊടുത്ത സമയത്ത് ആ കുട്ടി എന്ത് ചെയ്തു? അത് അക്സെപ്റ്റ് ചെയ്യാതെ ആ കുട്ടി ദൂരേക്ക് ഓടിപ്പോയി അല്ലേ? അപ്പോൾ സാഷയുടെ ഉള്ളിൽ എന്തൊക്കെ ആലോചനകളാണ് വന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയായിരിക്കും വന്നിട്ടുണ്ടാവുക? വൈ ഡിഡ് ഷീ റൺ അവേ വിത്തൗട്ട് അക്സെപ്റ്റിംഗ് മൈ ഉണ്ണിയപ്പം? എൻ്റെ ഉണ്ണിയപ്പം സ്വീകരിക്കാതെ ആ കുട്ടി എന്തുകൊണ്ടായിരിക്കും ദൂരേക്ക് ഓടിപ്പോയത്? ഡസൻ ഷീ ലൈക്ക് ഉണ്ണിയപ്പം? ആ കുട്ടിക്ക് ഉണ്ണിയപ്പം ഇഷ്ടമല്ലേ? ഓർ ഈസ് ഷീ ഫെൽറ്റ് എനി ഷൈ? അതോ ആ കുട്ടിക്ക് മടിയായിട്ടാണോ വാങ്ങാത്തത്? പുവർ ഗേൾ, പാവം കുട്ടി. ഹൗ കൻ ഐ സീ ദ ഗേൾ അഗെയിൻ? എനിക്ക് എങ്ങനെയാണ് ഇനി ആ കുട്ടീനെ വീണ്ടും കാണാൻ പറ്റുന്നത്? ദിസ് ഈസ് ദ സാഷാസ് തോട്ട്സ്. സോ ദിസ് ഈസ് ദി ആക്ടിവിറ്റി 4. ആൻഡ് നെക്സ്റ്റ് ആക്ടിവിറ്റി 5. വാട്ട് ഈസ് ആക്ടിവിറ്റി 5? സാഷ ടോൾഡ് അനു ടീച്ചർ അബൌട്ട് കവിത. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സാഷ ആൻഡ് ഹർ ടീച്ചർ. എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? സാഷ ആ കവിതയെ കുറിച്ചിട്ട് അനു ടീച്ചർ അടുത്ത് പറഞ്ഞു. അനു ടീച്ചറും സാഷയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്, സംഭാഷണമാണ് നമ്മളെടുത്ത് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നിട്ടുണ്ട് നമ്മുടെ സാഷ ടീച്ചറോട് പറയുന്നത്. എന്താ പറയുന്നത്? ടീച്ചർ, ഓൺ അവർ വേ ഹോം വി സോ എ ഗേൾ അല്ലേ? ടീച്ചർ, ഞങ്ങൾ പോകുന്ന വഴി ഒരു കുട്ടിയെ കണ്ടു. അപ്പോൾ ടീച്ചർ എന്താ ചോദിക്കുന്നത്? ഗേൾ? വിച്ച് ഗേൾ?
പെൺകുട്ടിയോ? ഏത് പെൺകുട്ടി? സാഷ എന്താ പറയാ? എ പുവർ ഗേൾ. ഐ സോ ഹർ ഇൻ ഫ്രണ്ട് ഓഫ് അവർ ക്ലാസ് ദിസ് മോർണിംഗ് ടു. ഒരു പാവം കുട്ടി. ഞാൻ ആ കുട്ടിയെ ഇന്ന് രാവിലെ നമ്മുടെ ക്ലാസ്സിൻ്റെ മുന്നിലും കണ്ടിട്ടുണ്ടായിരുന്നു. ടീച്ചർ, വാട്ട് ഈസ് എ പ്രോബ്ലം? എന്താണ് ആ കുട്ടിയുടെ പ്രശ്നം? സാഷ എന്താ പറയാ? ഷി ഹാസ് ഗുഡ് ഇൻട്രസ്റ്റ് ഇൻ കമ്മിങ് ടു സ്കൂൾ ആൻഡ് സ്റ്റഡിങ് ബട്ട് ദേ ആർ ഫിനാൻഷ്യലി അനബിൾ ടു ഡു സോ. ആ കുട്ടിക്ക് സ്കൂളിലോട്ട് പഠിക്കാൻ വരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ ആ കുട്ടിക്ക് പൈസ ഇല്ല ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. ആരെടുത്ത് പറഞ്ഞു? ടീച്ചറെ അടുത്ത് സാഷ പറഞ്ഞു. ടീച്ചർ പറഞ്ഞു, ഡോണ്ട് വറി, അവർ ഹെഡ് മാസ്റ്റർ ഈസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ ടുഡേ, ലെറ്റ് മീ കോൺടാക്ട് ഹിം. ഡോണ്ട് വറി അല്ലേ, ഹെഡ് മാസ്റ്റർ എന്താണ് ഇപ്പോൾ ഇവിടെ ഇല്ല അല്ലേ, പുറത്താണുള്ളത്. ഞാൻ അദ്ദേഹമായിട്ട് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം, പറയാം എന്നുള്ളത് ആര് പറഞ്ഞു? ടീച്ചർ പറഞ്ഞു. ദിസ് ഇസ് ദ കൺവെർസേഷൻ ബിറ്റ്വീൻ സാഷ ആൻഡ് ടീച്ചർ. സോ ദിസ് ഇസ് ദി ആക്ടിവിറ്റി 5. Activity 6. Miss Anubama started messaging the headmaster. Select suitable dialogues and fill up the chat box. ഇവിടെ ആക്ടിവിറ്റി 6 എന്താ പറയുന്നത്? നമ്മുടെ അനുപമ ടീച്ചർ നമ്മുടെ ഹെഡ് മാസ്റ്റർ ആയിട്ട് മെസ്സേജ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ചാറ്റ് ബോക്സ് തന്നിട്ടുണ്ട്. അത് സ്യൂട്ടബിൾ ഡയലോഗ്സ് എവിടേക്കാണ് ഫില്ല് ചെയ്തിട്ട് പറയേണ്ടതെന്നുള്ളത് നമ്മളെടുത്ത് എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? ഓർഡർ ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഹിയർ ഗിവൻ ഹു ആർ ദേ വാണ്ടഡ് ടു അഡ്മിറ്റ് എ ഗേൾ ടു അവർ സ്കൂൾ. വൈ ഡിഡ് ദേ കം ടുഡേ ടു അവർ സ്റ്റുഡൻസ് കെയിം ടു മീ സാഷ ആൻഡ് നെവീൻ. ഹായ് അനുപമ ടീച്ചർ. സോ we should complete this as a conversation with ടീച്ചർ, അനുപമ ടീച്ചർ ആൻഡ് ഹെഡ് മാസ്റ്റർ. എന്ത് ചെയ്യാണ്? വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ചെയ്യാം. എന്താ പറയുന്നത്? ഹലോ സർ അല്ലേ, ആരാ പറയുന്നത് ആദ്യം? നമ്മുടെ അനുപമ ടീച്ചർ പറയാണ് ഹലോ സർ. സോ ഹെഡ് മാസ്റ്റർ റിപ്ലൈഡ് ഹായ് അനുപമ ടീച്ചർ. സോ അഗെയിൻ അവർ അനുപമ ടീച്ചർ, ടുഡേ 2 of our students came to me. സോ ഹെഡ് മാസ്റ്റർ റിപ്ലൈഡ് ഹു ആർ ദേ, ആരാണത്? സോ ഷീ ടോൾഡ് സാഷ ആൻഡ് നവീൻ. വൈ ഡിഡ് ദേ കം, എന്തുകൊണ്ടാണ് അവർ വന്നിട്ടുള്ളത് അല്ലേ, എന്തിനാണ് അവർ വന്നിട്ടുള്ളത്? They wanted to admit a girl to our school. So headmaster replied, oh no issue, we shall do it. അല്ലേ, പ്രശ്നമൊന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യാം? അഡ്മിറ്റ് ചെയ്യാം. ആൻഡ് താങ്ക് യു സോ മച്ച് എന്ന് ആരാ പറയുന്നത്? അനുപമ ടീച്ചർ replied. So this is the activity 6. Activity 7. Put a tick mark against the pictures that reflect acts of kindness and comment on them. എന്താണ് ഇവിടെ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ആ പിക്ചേഴ്സിനനുസരിച്ചിട്ട് അല്ലേ, അതായത് കൈൻഡ്നെസ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന പിക്ചേഴ്സ് ഏതാണോ, സോ അത് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഓൾസോ വി ഷുഡ് കമൻറ്റ് ഓക്കെ ഓൺ ദം. സോ ഫസ്റ്റ് പിക്ചർ എന്താണ്? ഒരു കുട്ടി ഒരു വൃദ്ധയായിട്ടുള്ള ഒരാളെ ഇങ്ങനെ ക്രോസ് ചെയ്യിക്കുകയാണ്. സോ ദിസ് ഇസ് വെരി ഗുഡ് അല്ലേ. ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? പ്രായമായിട്ടുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഹെൽപ്പ് ചെയ്യണം. സോ ദിസ് ഇസ് നോട്ട് എഗെയിൻസ്റ്റ് ദി പിക്ചർ. ഓക്കെ, അടുത്തത് എന്താണ്? ഒരു കുട്ടി ബൈസിക്കിൾ ഇങ്ങനെ ഓടിച്ചിട്ട് റോഡിലൂടെ പോവാണ്. സോ ദിസ് ഈസ് ഓൾസോ ഗുഡ് അല്ലേ. ആ കുട്ടി ഒന്നും തെറ്റൊന്നും ചെയ്യുന്നില്ല, ഹീസ് ഡൂയിങ് ഹിസ് വർക്ക്. സോ അതെന്താണ്? ദാറ്റ് ഈസ് ഓൾസോ നല്ലൊരു കാര്യമാണ് അല്ലേ. അടുത്തത് എന്താണ്? ഓ ഗോഡ്, അവിടെ എന്താ? അവിടെ അടിപിടി നടക്കുകയാണ് അല്ലേ. അതായത് രണ്ടുപേര് തമ്മിൽ ഭയങ്കരമായിട്ട് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ദിസ് ഇസ് എഗെയിൻസ്റ്റ് ദി ആക്ട്സ് ഓഫ് കൈൻഡ്നെസ് അല്ലേ. സോ വി ഷുഡ് ടിക്ക് ഹിയർ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പിക്ചർ, ഒരു കുട്ടി ഇങ്ങനെ ടി വി കണ്ടുകൊണ്ട് എന്ത് ചെയ്യാണ്? ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ടി വി കണ്ടിട്ട് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കണ്ടിട്ടല്ലേ ഭക്ഷണം കഴിക്കുന്നത്. സോ ദാറ്റ് ഇസ് റോങ്. സോ യു ഷുഡ് ഡു വാട്ട്? അതൊക്കെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കണം. സോ ദിസ് ഇസ് എഗെയിൻസ്റ്റ് ദി ആക്ട്സ് ഓഫ് കൈൻഡ്നെസ്. ഓക്കെ, സോ ഹിയർ വി ഷുഡ് ടിക്ക് അല്ലേ, നമുക്ക് ടിക്ക് ചെയ്യണം. അടുത്തത് എന്താണ്? അടുത്തതൊരു കുട്ടി പാവമായിട്ടുള്ള വൃദ്ധനായിട്ടുള്ള ഒരാൾക്ക് അല്ലേ, പാവപ്പെട്ട ഒരാൾക്ക് വെള്ളം കൊടുക്കുകയാണ്. സോ ദാറ്റ്സ് ഓൾസോ ഹെൽപ്പിംഗ് അല്ലേ. സോ അത് നല്ലൊരു പ്രവൃത്തിയാണ്. ആൻഡ് ദി അതർ വൺ, ഒരു കുട്ടി ഇങ്ങനെ ഒരു ഡോഗായിട്ട് എന്ത് ചെയ്യുകയാണല്ലേ, ഒരു പപ്പിക്കുട്ടിയായിട്ട് ഇങ്ങനെ ആ കുട്ടി ഹെൽപ്പ് ചെയ്യുകയാണല്ലേ. ആ കുട്ടി അതിനെ ഇങ്ങനെ നന്നായിട്ട് താലോലിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾസോ എ ഗുഡ് അല്ലേ. പെറ്റ് അനിമൽസിനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഹെൽപ്പ് ചെയ്യണ്ടേ അല്ലേ, വിത്ത് പ്രിക്കോഷൻസ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആരെങ്കിലും അടുത്തൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്യണം. സോ ദാറ്റ്സ് ഓൾസോ എ ഗുഡ് ഹാബിറ്റ് അല്ലേ. സോ ദിസ് ഈസ് ദി ആക്ടിവിറ്റി 7. And next activity 8. Some events of the story are given below. Write them in order. ഇവിടെ നമുക്ക് കുറച്ച് ഒരു 5 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. സോ ഹിയർ അത് നമുക്ക് തന്നിട്ടുള്ളത് ഡിസോർഡർ ആയിട്ടാണ്. സോ അത് നമുക്ക് എന്ത് ചെയ്യണം? ഓർഡർ ആയിട്ട് എഴുതണം. So first one എന്താ? The headmaster congratulated Sasha and Naveen. Sasha and Naveen visited Kabita. Kabita was cradling her younger brother. Naveen noticed a girl next to the window. Sasha gave a picture storybook to Kabita. So here ഇവിടെ നമുക്ക് ആ ഒരു സ്റ്റോറി അറിയാം അല്ലേ. സോ ആ ഒരു സ്റ്റോറി അറിയുന്ന ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഓർഡർ ചെയ്യാൻ പറ്റും. Naveen noticed a girl next to the window. That is the first one. And next, Sasha and Naveen visited Kabita. Next, Kabita was cradling her younger brother and Sasha gave a picture storybook to Kabita. And the last one is the headmaster congratulated Sasha and Naveen. This is the activity 8. Activity 9.
ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ദി സീൻ. ഇവിടെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സീൻസ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ നമുക്കറിയാം ആ ഒരു സ്റ്റോറി നമ്മൾ വായിച്ചത് കൊണ്ട് തന്നെ എല്ലാ കൂട്ടുകാർക്കും അത് അറിയുണ്ടാവും. അതറിയാത്ത സ്റ്റോറി മനസ്സിലാവാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് ആയിട്ട് അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ദ ലാസ്റ്റ് എൻഡിലും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അത് ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. സോ അതിൽ പോയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, ദർ ഇസ് എ സ്മോൾ ടെൻറ്റ് ഇൻ ദ പിക്ചർ. മദർ ഈസ് കുക്കിംഗ് ഫുഡ് ഇൻ ദി പോട്ട്. Kabida is standing near to her mother. There is a dog near to Kabida. Kabida's younger brother is sleeping in the cradle. There are two birds flying in the sky. This is the description of the scene. Okay.